കർത്താവിൻ്റെ വലിയ ദാസന്മാർ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. പാസ്റ്റർ വിൽസൺ കരോട്ട് നല്ല മനോഹരമായ ഗാനങ്ങൾ പാടി. ഞാൻ സാധാരണ മ്യൂസിക്കിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. പലപ്പോഴും ഞാൻ പാടുന്ന ആൾക്കാരെയും അവരുടെ മ്യൂസിക്കൽ എക്സ്പെർട്ടീസിനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ പാസ്റ്റർ വിൽസൺ കരോട്ടിന് കേട്ടപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ന് രാത്രികാലം അത് പാടുവാനും നമുക്കെല്ലാം വളരെ സന്തോഷം. അതേ അനേകമായി എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ പ്രത്യാശാ ഗീതങ്ങളാണ് പാടിയത്. കാരണം എൻ്റെ ഇന്നത്തെ ഒരു വിഷയം അങ്ങനെ ഒരു സൈഡിലോട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു രീതിയിലായിരിക്കും നമ്മളെ നയിക്കുന്നതെന്ന് എനിക്ക് ആദ്യം തന്നെ തോന്നുക. പ്രിയ കർത്താവിന്റെ ദാസന്റെ പാർട്ട്നേഴ്സിനോട് എനിക്ക് തോന്നി. കർത്താവ് നമ്മളെ ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ജോൺസൺ കേസി, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന പാസ്റ്റർ ടി വർഗീസും കുടുംബമായിട്ട് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവരും NDO ഫെർമോൻ മിനിസ്റ്റേഴ്സ് ഈ പ്രത്യേക പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രികാലം നമ്മളോട് സംസാരിക്കട്ടെ. കർത്താവ് ഇന്ന് ഏത് വിധത്തിലാണ് നമ്മുടെ ഇടപെടുന്നത് എനിക്ക് അറിയില്ല. എന്നാൽ ഐ എം ഷുവർ ദാറ്റ് ഗോഡ് ഈസ് ഗോയിങ് ടു സ്പീക്ക് ടു അസ്. നമ്മൾ വചനം പഠിച്ചാലും നമ്മൾ എന്തെല്ലാം പ്രിപ്പറേഷൻ ചെയ്താലും ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നയിച്ചില്ലെങ്കിൽ എല്ലാം നമ്മൾ വെറും അത് ഒരു ശബ്ദം മാത്രം, ഒരു നോയ്സ് മാത്രമായിട്ട് തീരും. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സ്ഥാനത്തായിരിക്കും. ഞാൻ അധികം സമയമൊന്നും എടുക്കത്തില്ല. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ചിന്തിച്ചപ്പോൾ ഒരിക്കൽ ഒരു മിഷണറി തൻ്റെ അനേക വർഷത്തെ തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ആഫ്രിക്കയിൽ താൻ വളരെ കഷ്ടപ്പെട്ട് ദൈവവേല ചെയ്ത് ഒരു ദിവസം തിരിച്ച് താൻ അമേരിക്കയ്ക്ക് തൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഒരു കപ്പലിലാണ്, ആദ്യ കാലഘട്ടങ്ങളിലാണ് കപ്പലിൽ വരുമ്പോൾ ആ കപ്പലിൽ ഇംഗ്ലണ്ട് വഴിയാണ് വന്നപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആ കപ്പലിൽ കയറി അമേരിക്കയിൽ ന്യൂയോർക്കിലോട്ട് വരുവാൻ വേണ്ടി. അങ്ങനെ അവർ രണ്ടുപേരും യാത്ര ചെയ്ത് ന്യൂയോർക്കിൽ ഹാർബറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ബാൻഡ്സ്, മേളം, ഇതെല്ലാം ഭയങ്കരമായിട്ട് അവിടെ വന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ദൈവദാസൻ ഹൃദയത്തിൽ തോന്നി, കർത്താവ് കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ ആഫ്രിക്കയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഒരു മിഷണറി വേല ചെയ്ത് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ ആരുമില്ലല്ലോ. എൻ്റെ സ്വന്തം നാട്ടിൽ വന്ന് ഞാൻ ന്യൂയോർക്ക് വന്ന് ഇറങ്ങിയപ്പോൾ എന്നെ സ്വീകരിപ്പാൻ ആരുമില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഭാരപ്പെട്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ ദൈവദാസനോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, യു ആർ നോട്ട് ഹോം യെറ്റ്. നീ ഇതുവരെയും നിന്റെ ഭവനത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ പുള്ളി വിചാരിച്ചു, എൻ്റെ ഭവനം ചിക്കാഗോയിലാണ്. ഞാൻ ചിക്കാഗോയിൽ വന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ സഭയിലുള്ളവരും എൻ്റെ കുടുംബക്കാരും എൻ്റെ ചാർച്ചക്കാരും എല്ലാം എന്നെ സ്വീകരിക്കാൻ വരും എന്ന് വളരെ സന്തോഷം. അതായിരിക്കും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞെന്നോർത്ത് താൻ സമാധാനപ്പെട്ട് ന്യൂയോർക്കിൽ നിന്ന് ഒരു ട്രെയിൻ കയറി റെയിൽവേ സ്റ്റേഷൻ ചിക്കാഗോയിൽ വന്നിറങ്ങി. ചിക്കാഗോയിൽ വന്നിറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ പുള്ളിയെ സ്വീകരിക്കാനാണ് ആരും അവിടെ വന്നിട്ടില്ലായിരുന്നു. പുള്ളി പണ്ട് കാലത്ത് അയച്ച സഭയിലെ വിശ്വാസികളോ താൻ അറിയപ്പെടുന്നവരോ തൻ്റെ കുടുംബക്കാരോ ആരും ആ പ്രദേശത്തിൽ പുള്ളിയെ സ്വീകരിക്കാൻ. താൻ ആകെ വിഷമിച്ച് താൻ പൊട്ടിക്കരഞ്ഞു. അപ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് 1000 ദൂതന്മാരെ ഒരുമിച്ച് പറയുന്നത് പോലെ പുള്ളിയുടെ ഹൃദയത്തിൽ വിളിച്ചു പറഞ്ഞു, നീ ഇതുവരെയും നിന്റെ ഭവനത്തിൽ എത്തിയിട്ടില്ല, യു ആർ നോട്ട് ഹോം യെറ്റ്. ആ ഒരു പ്രത്യേക ശബ്ദം അദ്ദേഹം കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിലെ ഭാരം മുഴുവൻ മാറിപ്പോയി. കാരണം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, നിനക്കൊരു സ്വർഗീയ ഭവനമുണ്ട്, ആ വീട്ടിൽ നീ ഇതുവരെ എത്തിയിട്ടില്ല, അന്ന് നീ ചെയ്തത് അവിടെ വെളിപ്പെടും. നീ ആഫ്രിക്കയിൽ പോയി ചെയ്ത ആ വലിയ കാര്യങ്ങൾ God is going to reveal in front of everybody, and the heavenly host will receive you at home. ഇതായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയോട് അവിടെ വെച്ച് സംസാരിച്ചത്. താൻ അവിടെ വെച്ച് തൻ്റെ ഹൃദയത്തിന് വലിയ സമാധാന ദൈവാത്മാവ് പകർന്നു. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സഭയിൽ ഒരു പ്രായമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. ആ പ്രായമുള്ള സ്ത്രീ അപ്പൊ എല്ലാ സൺഡേയിലും ഒരു ലഞ്ച് ആ സഭയിലുണ്ട്. എല്ലാവർക്കും സഭയിൽ ലഞ്ച് കൊടുക്കുമ്പോൾ അവിടെ ആ സെർവ് ചെയ്യുന്ന ഹോസ്റ്റ് ആയിട്ടുള്ള കൊച്ചു പെൺകുട്ടികളും അതായത് കുഞ്ഞുങ്ങളും ഒക്കെ ഇവരെല്ലാം സെർവ് ചെയ്യും. ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവര് ആ പാത്രമെല്ലാം കളക്ട് ചെയ്യാൻ വരുമ്പോൾ ഈ ഓൾഡ് ലേഡി അവരോട് പറയും, ലീവ് ദ ഫോർക്ക് ബിഹൈൻഡ്. എൻ്റെ ഫോർക്ക് മാത്രം അവിടെ വെച്ചേക്കാൻ പറയും. അപ്പം ആ പയ്യങ്ങൾ എന്താ ഫോർക്ക് വെക്കാൻ പറഞ്ഞത്? ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം എന്ന് വെച്ചാൽ ഇനി നല്ലത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത്രയും നേരം കഴിച്ചതൊന്നും അല്ല, ഇനി നല്ലത് വരാനിരിക്കും. എന്താ പുള്ളിക്കാരത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു ആപ്പിൾ പൈ വരാനുണ്ട്. അതുകൊണ്ട് ആ ഫോർക്ക് അവിടെ വെച്ചേക്കാൻ പറയും.
അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന സുഖങ്ങളോ സന്തോഷങ്ങളോ ആഹാര രീതികളോ നമ്മുടെ കുടുംബങ്ങളോ നമ്മുടെ വീടുകളോ നമ്മുടെ കാറുകളോ ഇതൊന്നുമല്ല. ഇതൊക്കെ വെറും താൽക്കാലികമാണ്. ബെസ്റ്റ് ഈസ് അറ്റ് ടു കം. ആ നല്ലതായ ഒരു കാര്യം, ഇനി നല്ലതായി നമ്മൾ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിയും ഈ ലോകത്തിൽ നമുക്ക് കിട്ടാനുള്ളതല്ല, അത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള കാരണം ഇനിയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളത് നിത്യതയിലായിരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിലെ ബെസ്റ്റ്, നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യം. ഞാൻ ഒരു ഇംഗ്ലീഷ് ഗാനത്തിന്റെ ചില അടികൾ ഇങ്ങനെ നോക്കിയപ്പോൾ, സിംഗ് ദ വണ്ടറസ് ലവ് ഓഫ് ജീസസ്, സിംഗ് ഹിസ് mercy and his grace, in the missions bright and the blessed, he will prepare for us a place. When we all get to heaven, what a day of rejoicing that will be. When we all see Jesus, we will sing and shout victory. അതിന്റെ ഒരു അവസാനത്തെ ലൈനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. Onward to the prize before us, soon his beauty we will behold, soon the pearly gates will open and we shall tread the streets of gold. നമ്മുടെ മുമ്പാകെ ഒരു സ്വർണ്ണവാതിൽ തുറന്ന് നമ്മൾ അതിൽ കൂടെ കടക്കുന്ന സ്വർണ്ണ വീതിയിലോട്ട് കടക്കുന്ന ദിവസങ്ങൾ ഏറ്റവും അടുത്ത് നമ്മളെല്ലാവരും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്നാണ് ആ കർത്താവദാസനെ ഈ ഗാനത്തിലൂടെ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് വെച്ചിരിക്കുന്ന പ്രത്യാശ അത് വരുവാനുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ അപ്പൊ ഈ ലോകത്തിൽ ഈ കാലഘട്ടങ്ങളിലുള്ള ചെറിയ കഷ്ടതകൾ അത് സാരമില്ല, അത് വരുവാനുള്ള നമ്മൾ ഓർക്കുമ്പോൾ ഈ കഷ്ടതകൾ സാരമില്ല. അതിനടിസ്ഥാനമായിട്ട് ഇന്ന് രാത്രികാലം ഞാൻ വായിക്കാൻ പോകുന്നത് റോമാലേഖനം 8-ാം അധ്യായം 16 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. The Spirit himself bears witness with our spirit that we are children of God, and if children, then heirs or inheritors of successors, heirs of God and fellow heirs with Christ, provided we suffer with him in order that we may also glorified with him. 18ാമത്തെ വാക്യം, for I consider that the suffering of the present time are not worth comparing with the glory that is to be revealed to us. For the creation waits with eager longing for the revealing of the sons of God. For the creation was subject to futility, not willingly, but because him who subjected it in hope that the creation itself will be set free from its bondage to corruption and obtain the freedom of the glory of the children of God. For we know that whole creation has been groaning together in the pains of childbirth until now. And not only the creation, but we ourselves who have the first fruits of the Spirit groan inwardly as we wait eagerly for the adoption as sons, the redemption of our bodies. For in his hope we are saved. Now hope that is seen is not hope, for who hopes for what he sees? But if we hope for what we do not see, we wait for with patience. Likewise, the Spirit helps us in our weakness, for we do not know what to pray for as we ought, but Spirit himself intercedes for us with the groaning too deep for words. And he who searches the heart knows what is the mind of the Spirit, because the Spirit intercedes for the saints according to the will of God. അതിന്റെ ആരെങ്കിലും മലയാളത്തിൽ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? നാം ദൈവത്തിന്റെ മക്കളെന്നും ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം ദൈവമക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അവനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടി ഇന്ന് വരെ
ഒരുപോലെ ഞെരുങ്ങി ഈറ്റുന്നതോടുകൂടി ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണാത്തതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിനെ? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലും അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അടുത്ത ഇന്ന് രാത്രി താങ്ക് യു പാസ്റ്റർ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അല്പകാലത്തെ കഷ്ടവും ഫ്യൂച്ചർ ഗ്ലോറി, നമുക്ക് വരുവാനുള്ള പ്രത്യാശയും അതിന്റെ മഹത്വവും, അതിനെപ്പറ്റി ഒരു ചെറിയ രണ്ട് മൂന്ന് പോയിന്റ് എടുത്തും സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഗ്ലോറി എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അവൻ പറയുന്നത് പാപം ഇല്ലാത്ത ക്രിസ്തുവിനെ പോലെ ആകുന്ന ഒരു രീതി, ക്രൈസ്റ്റ് ലൈക്ക്നെസ്, കർത്താവിനെ പോലെ ആകുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യവർഗം മുമ്പോട്ട് പോകുന്ന ഒരു രീതിയെയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. നമ്മൾ കർത്താവിനെ പോലെ ആകും, സിൻലെസ് ലൈഫ്, കർത്താവിനെ പോലെ പെർഫെക്ഷൻ ഉള്ളവരായിത്തീരും. അതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഗ്ലോറി. അതാണ് പൗലോസ് റെഫർ ചെയ്യുന്നതായ ഗ്ലോറി അല്ലെങ്കിൽ ആ മഹത്വം. He is not talking about long and greatly anticipating or Christ-likeness. നമ്മൾ ഒത്തിരി നാൾ ഇങ്ങനെ കാത്തിരിക്കുന്നതല്ല, അത് ഉടൻ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പം പൗലോസ് ഇത് എഴുതി 2000 കൊല്ലം ഇതുവരെ കർത്താവ് വന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ദൈവത്തിന്റെ മനസ്സിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇത് വരുവാനിരിക്കുന്ന ഒരു ഗ്ലോറി ആണെങ്കിലും ഈ ലോകത്തിലെ അല്പകാലത്തെ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ല എന്ന കാരണം ഇത് നമ്മൾ ഒരു ദിവസം ഈ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും എന്നാണ് പൗലോസിവിടെ പറയുന്നത്. ജീസസ് റൈച്ചസ്നെസ്, അവന്റെ നീതി, അവന്റെ പെർഫെക്ഷൻ, അവൻ അതിനെപ്പറ്റിയാണ് പൗലോസിവിടെ പറയുന്നത്. അതിലേക്ക് ഒരു ദൈവജനം നീങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോകുകയാണ്, അല്ലെ നമ്മുടെ യാത്ര തുടരുകയാണ്. അതുകൊണ്ട് ഈ അല്പകാലത്തെ കഷ്ടങ്ങളൊന്നും സാരമില്ല, ഇത് ഒരു ദിവസം ഇല്ലാതായി പോകും, ഇതെല്ലാം മാറിപ്പോകും. നമ്മൾ ഒരു ദിവസം ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. അതാണ് പൗലോസിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് ഇവിടെ. നമ്മളിവിടെ ജീവിക്കുന്ന കാലത്ത് പല ഡിഗ്രി ഓഫ് കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, പല രീതിയിലുള്ള കഷ്ടങ്ങൾ വരും. നമ്മൾ കഷ്ടത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയെന്നിരിക്കും. എന്നാൽ ഇതിനൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിന് ഒരു വലിയ ഡിഗ്രി ഓഫ് മിസ്റ്ററി ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. ആ മിസ്റ്ററി എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ അല്പകാലത്തിലെ കഷ്ടം നമ്മളെ ഒരു നിത്യതയിലേക്ക് നടത്തുകയാണ്. ഒരു ക്രൈസ്റ്റ് ലൈക്ക്നെസ്സിനെ പോലെ അല്ലെ ക്രിസ്തുവിനെ പോലെ ആകുവാൻ വേണ്ടി, അവനെ പോലെ വിശുദ്ധനായി തീരുവാൻ, അവനെ പോലെ പാപമില്ലാത്തവനായി തീരുവാൻ, അവനെ പോലെ ഗ്ലോറി ഉള്ളവനായി തീരുവാൻ, കർത്താവിനെ പോലെ പെർഫെക്ഷൻ ഉള്ളവനായി തീരുവാൻ ദൈവം നമ്മളെ ഒരുക്കുന്നു എന്നുള്ള ഒരു വാക്യമാണ് പൗലോസ് ഇവിടെ ഈ ടെമ്പോറൽ സഫറിങ്ങിനെ പറ്റി, അല്പകാലത്തുള്ള കഷ്ടത്തെ പറ്റി പൗലോസ് ഇവിടെ പറയുന്നത്. ദൈവം ഇതിന്റെ ഉള്ളിൽ ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിലൊരു മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ദിവസം അടുത്തിരിക്കുന്നു. നമ്മുടെ യോബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുമ്പോൾ, നമുക്ക് അവന്റെ സഫറിങ്ങിനെ പറ്റി കാണുമ്പോൾ, അവൻ ആദ്യം ഒത്തിരി വിഷമിച്ചു, ഒത്തിരി ഭാരപ്പെട്ടു, അവൻ ഒത്തിരി വേദന അനുഭവിച്ചു, അവൻ എന്താ സംഭവിക്കുന്ന ഒരു പിടിയില്ല. എന്നാൽ ദൈവം അവനോട് ഒരു ദിവസം സംസാരിച്ചപ്പോൾ അവന് മനസ്സിലായി, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല, ഇത് ദൈവം കൊണ്ടുവന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു പെർഫെക്ഷന് വേണ്ടി. ഞാൻ ദൈവത്തെ വീണ്ടും അടുത്തറിയുവാൻ, എന്റെ ജീവിതത്തിൽ ചെയ്യുവാനിരിക്കുന്ന വരുവാനുള്ള ലോകത്തിലും ഈ ലോകത്തിലും ദൈവം ചെയ്യാതിരിക്കുന്ന അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ വലുതായിരിക്കുമെന്ന് അത് ഇയ്യോബിന് മനസ്സിലായ സമയം ദൈവം അവനോട് സംസാരിച്ചപ്പോഴാണ്. ജെനുവിൻ ആയിട്ടുള്ള ഒരു സംസാരം ഉണ്ടായപ്പോൾ ഇയ്യോബ് പറയാണ്, ഞാൻ അറിയുന്നു, ഞാൻ വിശ്വസിക്കുന്ന ഒരുവനെ, അവൻ ഒടുവിലത്തെ നാളിൽ അവൻ പൊടിമേൽ നിൽക്കും. എൻ്റെ ഈ ശരീരം ഇങ്ങനെ അങ്ങ് നശിച്ചു പോയാലും, എൻ്റെ ശരീരം ഇതേ രോഗം കൊണ്ട് നശിച്ചാലും, അത് കഷ്ടത വന്നാലും, എൻ്റെ മക്കൾ മരിച്ചാലും, എൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടാലും, ഒരു ദിവസം ഇതെല്ലാം പോയാലും ഞാൻ പിന്നെയും വിശ്വസിക്കുന്നു ഇതിലെല്ലാം ഒരു മിസ്റ്ററി ദൈവത്തിനുണ്ട്. ആ മിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലോറിഫിക്കേഷൻ എനിക്ക് നടക്കും. ഞാൻ സ്വന്തം ശരീരത്തോടെ അവനെ കാണും. ഞാൻ അന്യന്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്താവിനെ കാണും എന്നുള്ളൊരു വിശ്വാസം അത് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ,
കഷ്ടത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പാത്ത് വേ ടു ഇറ്റർണൽ ഗ്ലോറി. അതൊരു വഴിയാണ്. നമ്മൾ അതിനെ ഒരിക്കലും ത്യജിച്ചു കളയരുത്. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, അത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയ പാസ്റ്റർ പറഞ്ഞ പോലെ തന്റെ സഹോദരൻ ഈ ലോകത്തിന് മാറി വലിയൊരു വിഷമത്തിന്റെ സമയം. എന്നാൽ ഇതിനൊക്കെ അപ്പുറമായിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ സഹോദരനെ കാണുന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം, ഈ കഷ്ടത ഒന്നും സാരമില്ല, എൻ്റെ സഹോദരനെ വിട്ടുപോയി എന്നുള്ള സത്യമാണ്. എന്നാൽ ഒരു ദിവസം ഞാൻ എൻ്റെ സഹോദരനെ കാണുന്നുള്ള വിശ്വാസം, അത് ആശയ്ക്കപ്പുറമായി ആശയോടെ കാത്തിരുന്ന അബ്രഹാമിന് മക്കളുണ്ടാവും ദൈവം വിളിച്ചു പറഞ്ഞു. ഒരു 25 കൊല്ലമായിട്ടും സംഭവിച്ചില്ല. അവൻ ആശയ്ക്കെതിരായി ആശയോടെ അവൻ കാത്തിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം ഒരു ദിവസം നിറവേറി. ഈ 10-25 കൊല്ലം താൻ പല കാര്യങ്ങൾ ശ്രമിച്ചു, പല കാര്യങ്ങളിൽ ഭാരപ്പെട്ട്, തനിക്കൊരു കുഞ്ഞില്ലല്ലോ, എൻ്റെ സ്വത്ത് അത് ഇന്ന ഒരു ഇസ്മായിലിന് പോകുമല്ലോ എന്നൊക്കെ താൻ ഇങ്ങനെ ഭാരപ്പെട്ട സമയത്ത് ദൈവം പറഞ്ഞു, നിനക്ക് നിന്റെ തന്നെ ഒരു മകൻ ജനിക്കും. അവൻ ആശയ്ക്കപ്പുറമായി ആശയോടെ അവൻ കാത്തിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയിൽ കടന്നു പോകുമ്പോൾ ഇതിനൊക്കെ അപ്പുറം ഒരു പ്രത്യാശ ദൈവം നമുക്ക് ഈ ലോകം നമുക്ക് തരുന്ന വെറും ആശ മാത്രമേ ഉള്ളൂ കേട്ടോ. വെറും ആശ മാത്രം. എന്നാൽ ദൈവം നമുക്ക് തരുന്ന പ്രത്യാശയാണ്. അത് വാല്യുവേബിളാണ്. അതൊരു ഭയങ്കര വിലയുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകം കൊണ്ട് തീരുന്നതല്ല, ഇതിനപ്പുറമുള്ളതാണ്. അത് നിത്യതയോളം ചെല്ലുന്നതാണ് ദൈവത്തിന്റെ. അതാണ് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ മിസ്റ്ററി. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിന്റെ അകത്തൊരു മിസ്റ്ററി ഒളിച്ചിരിപ്പുണ്ട്. ദാറ്റ് ഈസ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് യു ആൻഡ് മീ. കർത്താവ് പറഞ്ഞു, രണ്ട് വഴികളുണ്ട്. ഒന്ന് വഴി വിശാലമാണ്, അതിൽ കൂടെ കിടക്കുന്നവർ അനേകരാ. അവിടെ എല്ലാം ഉണ്ട്, പാട്ടുണ്ട്, അതേ ഡാൻസ് ഉണ്ട്, സന്തോഷമുണ്ട്, മനുഷ്യരെല്ലാം വളരെ സന്തോഷം ആ വഴിയിൽ കൂടെ കടന്നു പോകാൻ. അതിൽ കൂടെ കടന്നു പോകുന്നവർ അനേകരാ. ഈ ലോകത്തില് ഇത്രയും സന്തോഷിക്കാൻ പറ്റിയ ഒരു വഴിയില്ല. അങ്ങനത്തെ ഒരു വാതിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കടന്നു പോകും, നമ്മളെല്ലാം കടന്നു പോകും. കാരണം അവിടെ സന്തോഷമുണ്ട്. ദുഃഖം എന്ന് പറയുന്നത് അവിടെ ഇല്ല എന്ന് വെച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കർത്താവ് പറയാണ്ട് അതിന്റെ അന്ത്യം നാശമാകുന്നു. The doors leads to destruction and eternal hell. വഴി വിശാലമാണെന്ന് കണ്ട് നമ്മൾ കയറി നടക്കുമ്പോൾ അതിന്റെ അപ്പുറം എല്ലാ സുഖം, സന്തോഷം, സമാധാനം എന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആരെയും വകവെക്കാതെ, ദൈവത്തെയും ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ല, അതേ വളരെ ഫ്രീഡമുള്ള ഒരു ലോകത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നു. അമേരിക്കയുടെ കാര്യം പറയുക, ഫ്രീഡം 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 എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ജീവിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ യേശു പറയുന്നു അതിന്റെ അന്ത്യം നാശം. എന്നാൽ വേറൊരു വഴിയെ പറ്റി കർത്താവ് പറയുന്നു, ഇറ്റ് ഈസ് ദ നാരോ വേ. ഇടുക്കവും ഞെരുക്കവുമുള്ള ഒരു വഴി. അത് വളരെ ഞെരുക്കമാണ്. ആദ്യം കഷ്ടത ഒത്തിരി ഉണ്ട്. ടെമ്പോറൽ, ഞാൻ പറഞ്ഞ ആ അല്പകാലത്തേക്കുള്ള കഷ്ടത അത് സഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു കാര്യം കർത്താവ് പറഞ്ഞു, ദാറ്റ് ലീഡ്സ് ടു ഇറ്റേണൽ ഗ്ലോറി ആൻഡ് ഫ്യൂ പാസസ് ത്രൂ എ വേ. ഞാൻ മലയാളത്തിൽ ഒരു പാട്ട് ഇതിനെപ്പറ്റി എഴുതുന്നത്, ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിത് കടന്നിടുമോ, കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഹാ ഇതല്ലോ മോക്ഷ വഴി. ആ വഴിയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ആ വഴിയാണ് കർത്താവ് നമ്മളെ ഉപദേശിച്ചത്. കഷ്ടതയിലൂടെ കടന്നുപോയി ഒരു ഗ്ലോറിഫിക്കേഷനിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു പാത്വേ ആണ് കഷ്ടത. അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയാം, സാത്താന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ടെംപ്ടേഷൻ കൊണ്ട് ഇതിൽ നിന്ന് മാറ്റാൻ നോക്കും. യേശുവിന്റെ അടുത്ത് നിന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സാത്താൻ യേശുവിന്റെ അടുത്ത് എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നിനക്ക് വിശക്കുന്നു, ഇത്രയും ദിവസം നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു, നിനക്ക് നല്ല വിശപ്പുണ്ടല്ലോ, ഈ കല്ലിനോട് അപ്പം ആകാൻ പറ. അത് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ വിശപ്പെല്ലാം മാറും. അപ്പൊ നിനക്ക് നിന്റെ ശാരീരികമായ ആ ഒരു കഷ്ടതയുണ്ട്, അതിപ്പോ അങ്ങ് മാറിക്കിട്ടും. വിശപ്പെന്നൊരു കഷ്ടതയാണ് കേട്ടോ, പട്ടിണി എന്ന് പറഞ്ഞൊരു കഷ്ടതയാണ്. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്പം ആഹാരം കിട്ടുന്നത് ഏറ്റവും വലിയ ആവശ്യമാണ്. അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയാണ് സാത്താൻ വന്നത്. യേശു അവനോട് പറഞ്ഞു, man shall not live by bread alone but by every word that proceedeth from the mouth of God. ദൈവത്തിന്റെ വായിൽ നിന്ന് ഓരോ വചനങ്ങളാൽ മനുഷ്യൻ ജീവിക്കും. അവൻ അപ്പം കൊണ്ട് മാത്രമല്ല. കർത്താവ് അവനവിടെ തട്ടി മാറ്റി. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനത്തെ ടെംപ്ടേഷൻ കൊണ്ട് സാത്താൻ വരും കേട്ടോ. നമ്മളെ പലതും പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കും, പലതും പറഞ്ഞ് നമ്മളെ സമാധാനപ്പെടുത്തി നമ്മളെ വേറെ വഴിയെ തിരിഞ്ഞുവിടാൻ ശ്രമിക്കും. ആ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കാതെ
നമ്മൾ കർത്താവിൽ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തം വഴി തേടി പോകാൻ വേണ്ടി സാത്താൻ നമ്മളെ പലപ്പോഴും നമ്മളെ ഉപദേശിക്കും. വചനം കൊണ്ട് അവനെ കർത്താവ് വെട്ടി. കർത്താവ് പറഞ്ഞു അവൻ അതെ, എവ്രി വേർഡ്, ദൈവത്തിന്റെ വായിൽ നിന്ന് ഓരോ വചനം കൊണ്ടും അവൻ ജീവിക്കും. അപ്പം കൊണ്ട് മാത്രമല്ല. പിന്നെ അടുത്ത അടവ് സാത്താൻ എടുക്കുക. ഒരു പിണക്കലിന്റെ മേളിൽ അതേ പട്ടണത്തിന്റെ ഏറ്റവും പൊക്കമുള്ള ഒരു പർവ്വതത്തിന് മേളിൽ കൊണ്ടുപോയി അതുകൊണ്ട് ഈ കാണുന്നെല്ലാം എന്റേതാ, നീ ഇവിടെ നിന്ന് എടുത്ത് ചാടാമെങ്കിൽ നിന്നെ ദൂതന്മാരെ അയച്ച് നിന്നെ താങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം, ഒന്ന് ചാടാവോ എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ അഗെയിൻ, യു ഷൽ നോട്ട് ടെംപ്റ്റ് ദ ലോർഡ് യുവർ ഗാഡ്. നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. അവിടെയും ദൈവത്തിന്റെ വചനം എടുത്തു തന്നെ സാത്താനെ വെട്ടി. അവിടെ വെച്ച് തന്നെ ഞാന് ചാടുമെന്ന് എന്നെ ദൂതന്മാര് അത് വന്ന് താങ്ങുമെന്ന് ഒന്നും കർത്താവ് പറഞ്ഞില്ല. എഴുതിയിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുത്. ഞാൻ പലപ്പോഴും ചില വിശ്വാസികൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആവശ്യമില്ലാത്ത തീരുമാനങ്ങളാണ്. അതിനൊരു കോളിംഗ് കൊണ്ട് ഞാൻ സമ്മതിച്ചു കേട്ടോ. ആ തീരുമാനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ വരാൻ ചിലർ. അന്നേരം എനിക്ക് അവരോട് പറയാനുള്ളത്, നിന്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുത്. നീ ഇപ്പൊ പോകുന്നല്ലെങ്കിൽ പോയിച്ചാൽ നിനക്കുള്ള കൃപയുണ്ടെ ചെയ്തോപ്പാ, ഇല്ല വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി, ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു കാര്യത്തിൽ ദൈവം പറഞ്ഞിട്ടില്ല. എന്നാന്നറിയാവോ? നിന്റെ ദശാംശങ്ങളെ ഭണ്ഡാരത്തിൽ കൊണ്ടുവരിക. ഇത് വെച്ച് നീ എന്നെ പരീക്ഷിക്കാൻ പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു. അല്ലാതെ നിന്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കുന്ന ഒരു കാരണവശാലും പുതിയ നിയമത്തിലും പാടില്ല, പഴയ നിയമത്തിലും പാടില്ല എന്ന് കർത്താവ് അവിടെ സാത്താനെ പറഞ്ഞ് സാത്താനെ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നമുക്ക് സാത്താൻ ഇടം കൊടുക്കാൻ ഇടയാകാതെ, ഇത് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു പ്രത്യേക ഓപ്പർച്യൂണിറ്റിയാണ് അവനോട് അടുക്കുവാൻ, എൻ്റെ ദൈവത്തോട് അടുക്കുവാൻ, എൻ്റെ കർത്താവിനെ മനസ്സിലാക്കുവാൻ. അതെ, ഇതിൽ കൂടെ ദൈവം എനിക്ക് വലിയ ഗ്ലോറി അല്ലെങ്കിൽ പ്രത്യാശ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഗ്ലോറിഫിക്കേഷൻ കർത്താവ് എനിക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഈ കഷ്ടത അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഈ അല്പകാലത്തേക്കുള്ള കഷ്ടത സാരമില്ലെന്ന് നമുക്ക് തോന്നും. അതൊരു ഇറ്റേണൽ ഡിസ്ട്രക്ഷനിലോട്ട്, ഇറ്റേണൽ ഒരു ബ്ലിസ്സിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു നിത്യമായ സന്തോഷത്തിലേക്ക് ഈ കഷ്ടതകൾ നമ്മളെ ലീഡ് ചെയ്യുമെന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. അപ്പൊ നമ്മുടെ പർപ്പസ് ഓഫ് സഫറിങ് ഈസ് ഫോർ ഗ്ലോറിഫിക്കേഷൻ ഓഫ് അവർ ബോഡി ആൻഡ് അവർ സോൾ. നമ്മൾ സത്യമായി സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ ദിവസം വരുമ്പോൾ നമ്മൾ അപ്പോൾ പറയും, നമ്മൾ ആ ലോകത്തിനോട് വിളിച്ചു പറയും, the suffering that I had went through is worth it. My Father in heaven is worth it. My Father in heaven who gave me this particular suffering is worth it. കാരണം അതിൽ കൂടെ ഞാൻ പലതും പഠിച്ചു. ദൈവം എനിക്ക് ഈ കഷ്ടത തന്നുകൊണ്ട് ഞാൻ പലതും പഠിച്ചു. അതുകൊണ്ട് അവന്റെ നാമം മഹത്വപ്പെടട്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റും. എൻ്റെ യേശുവിന്റെ നാമം ഇസ് വർത്ത് ഇറ്റ്. സ്വർഗം ഇസ് വർത്ത് ഇറ്റ്. ഈ ടെമ്പോറൽ സഫറിങ്, അതെ, വെൻ യു ബാലൻസ് ഇറ്റ്, നമ്മൾ അതിന്റെ കോസ്റ്റ് ആൻഡ് എഫക്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ കഷ്ടതയുടെ കോസ്റ്റ് വളരെ കുറവാണ്. നമ്മൾ നിത്യത വെച്ച് കാണുമ്പോൾ അത് വളരെ വലുതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ ലോകത്തിലെ നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അവസാനം ഒരു ഗ്ലോറിഫിക്കേഷൻ ആകും. അപ്പൊ കഷ്ടത എന്ന് പറയുന്നത് ടെമ്പോറൽ ആണ്, അത് ടെമ്പററി ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ കർത്താവോ അവൻ നിത്യൻ, അവൻ നിത്യനായ കർത്താവ്, അവൻ വലിയവനായ കർത്താവ്, നമ്മളെ അറിയുന്നവനായ കർത്താവ്, നമ്മുടെ ബലഹീനത അറിയുന്ന കർത്താവ്. അവനിൽ ആശ്രയിച്ചുകൊണ്ട് കഷ്ടങ്ങളിൽ നമ്മൾ നേരിടുമ്പോൾ അതിന്റെ അവസാനം നമ്മൾ അവനെ പോലെ ആയിത്തീരും. വി വിൽ ബിക്കം ലൈക്ക് ഹിം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, യേശുവിന്റെ അടുത്ത് അനേകർ യേശുവിന്റെ കൂടെ നടന്നു. എന്നാൽ ഒരു ദിവസം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 64 മുതൽ 70 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്കവിടെ മനസ്സിലാകും. ഈ അപ്പം തിന്നാൻ കൂടെ ഉണ്ടായിരുന്നവരും ഇങ്ങനെ 5 അപ്പവും 2 മീനും ഇങ്ങനെ ആഹാരം കഴിക്കാനൊക്കെ കൂടെ കഴിഞ്ഞാൽ കർത്താവിന്റെ കൂടെ നടന്ന പലരും ഉണ്ട്. കർത്താവ് ഒരു ദിവസം ചില കാര്യങ്ങൾ ചില കഠിനമായിട്ട് പറഞ്ഞപ്പോൾ
അവര് യേശുവിനെ വിട്ടേച്ചു പോയി. അവർ നോക്കിയപ്പോൾ ഇപ്പോൾ ഇവൻ ഈ പറയുന്ന കാര്യം നമ്മൾ സഫർ ചെയ്യുന്നുള്ള ഒരു കാര്യം കർത്താവ് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്ത് അവർക്ക് ഇത് മനസ്സിലായി. ഇത്രയും കഷ്ടം അനുഭവിച്ച് ഈ മനുഷ്യന്റെ കൂടെ ഞാൻ എന്തിനാ നടക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ വന്നവർ മുഴുവൻ വിട്ടുപോയി. അപ്പോൾ യേശു പന്തിരുവരോട് ചോദിച്ചു, നിങ്ങൾ എന്നാ പോകാഞ്ഞത്? അപ്പോൾ പന്തിരുവനായ പത്രോസ് പറഞ്ഞു, കർത്താവേ, നിത്യജീവനുള്ള വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? എന്ത് കഷ്ടത വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും കർത്താവെ നിന്നെ വിട്ട് ഞാൻ പോകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. ആ പന്തിരുവരും അതുപോലെ പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങൾ പോകുകയില്ല. എന്താ കാര്യം? കർത്താവ് ഈ ശിഷ്യന്മാർക്ക് കഠിനം തോന്നാൻ കാരണം ഏത് വാക്കാണ് അവരെ എഫക്ട് ചെയ്തത്? ഞാൻ അതിനെപ്പറ്റി നോക്കി ചിന്തിച്ചപ്പോൾ ഒരു വാക്ക് അവിടെ കർത്താവ് പറയുന്നു, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനിലാകത്തില്ല. This is why I told you that no one can come to me unless it is granted by my Father. പിതാവ് ആകർഷിക്കാതെ ഒരുത്തനും പുത്രനിലാകില്ല. ആ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം ഇത് കഠിനമെന്ന് തോന്നി, ഈസി അല്ല എന്ന് തോന്നി. അപ്പൊ നമ്മളെ കർത്താവ് ആകർഷിക്കണം, അല്ലെ പിതാവ് നമ്മളെ ആകർഷിക്കണം. നമ്മൾ ചില ക്വാളിറ്റീസ് വേണം. അത് ഒരു ക്വാളിറ്റിയാണ് കഷ്ടത സഹിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി, ആ ഒരു മനസ്സ്. എന്തു വന്നാലും ഞാൻ സഹിക്കും, എൻ്റെ കർത്താവിനോട് നിൽക്കും. അത് പിതാവായ ദൈവത്തിന് അറിയാം. അപ്പൊ പിതാവ് ഗ്രാൻഡ് ചെയ്യും, ഇവൻ നിന്റെ കൂടെ നടക്കും. പിന്നെ നമ്മൾ 12 പേരുള്ള ശിഷ്യന്മാരിൽ ഒരുത്തൻ സാത്താനാഥ് കർത്താവ് അവിടെ വെച്ച് തന്നെ പറഞ്ഞു. എന്നാൽ ബാക്കി 11 പേരുടെ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും കർത്താവിന് വേണ്ടി കഷ്ടത സഹിച്ച് ഈ ലോകം വിട്ടുപോയവരാ. ഓരോ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ചരിത്രം അന്ത്യം കഷ്ടത നിറഞ്ഞതും അവരുടെ മരണം അതിക്രൂരവുമായിരുന്നു. എന്നാൽ അവർ ആ കഷ്ടത എന്തിനവർ ഏറ്റെടുത്തു? കാരണം they knew there is a glorification. അവരുടെ ഈ അല്പകാലത്തെ കഷ്ടം മാറി അവർ കർത്താവിനോട് നിത്യമായി ജീവിക്കുന്നത് നോക്കിയപ്പോൾ, ബാലൻസ് ഷീറ്റ് നോക്കിയപ്പോൾ, യെസ്, ഇതില് വലിയ ഒരു ലാഭം ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം 32 മുതൽ വായിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ കാണാം. ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു വിടാം. And what more shall I say? I do not have time to tell about Gideon, Barak, Samson, and Jephthah, about David and Samuel and prophets, who through faith conquered the kingdoms, administered justice, and gained what was promised, who shut the mouths of lions, quenched the fury of the flames, and escaped the edge of the sword, who weakness and turned strength, and who became powerful in battle and routed foreign armies. Women received back their dead, raised to life again. അങ്ങനെ അനേകരുടെ കാര്യം പറഞ്ഞിട്ട് അവരുടെ ചിലർക്കൊക്കെ പേരേ ഇല്ല. ആദ്യത്തെ 11-ാം അധ്യായം തുടങ്ങിയപ്പോൾ പലരുടെയൊക്കെ പേര് പറഞ്ഞു. ഇങ്ങോട്ട് വന്നപ്പോ ആ ശമൂവേലും പ്രോഫറ്റും കഴിഞ്ഞ് മറ്റുള്ളവരോടൊന്നും പേര് പറയുന്നില്ല. അങ്ങനെ കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിച്ച അനേകർ ഈ ലോകത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ. അങ്ങനെ പലരും വാളാൽ അറുക്കപ്പെട്ടു. തോല് ധരിച്ചവരായിട്ട്, ആ ഗോഡ് സ്കിൻ ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പെർസിക്യൂട്ടഡ് ആൻഡ് മിസ്ട്രീറ്റഡ്. ആ ഗോഡ് സ്കിന്നെ പറ്റി ഒരു കഥ ഞാൻ പണ്ട്, ഈ കർത്താർ സിംഗിന്റെ ഒരു കഥ. അങ്ങനെ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനം ഈ ലോകത്തിലുള്ള, എന്തുകൊണ്ട് അവരത് ഏറ്റെടുത്തു? എന്തുകൊണ്ട് അവർ വാളാൽ വെട്ടപ്പെട്ടു? കാരണം അവരുടെ നിത്യത അല്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ അവർ മുമ്പിൽ കണ്ടു. വിശ്വാസത്താൽ മോശത്താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നവർ തെരഞ്ഞെടുത്തു. He chose to mistreated along with the people of God rather than to enjoy the fleeting pleasures of sin. He regarded disgrace for the sake of Christ as of greater value than treasures of Egypt. അത് മിസ്രൈമിലെ സകല സമ്പത്ത്, അവിടുത്തെ പ്ലഷേഴ്സ് ഒന്നും അവൻ വേണ്ടാന്ന് വെച്ചു. കാരണം എന്താ? ഒരു പ്രതിഫലം അവൻ കണ്ടു. അവൻ സ്വർഗത്തിൽ ഒരു പ്രതിഫലം കണ്ടു. അതുകൊണ്ട് അവൻ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്ന, അല്പകാലത്തെ കഷ്ടം, മരണത്തോളം 120 വർഷത്തെ കഷ്ടം.
ആ കഷ്ടം കഴിഞ്ഞാൽ അവന് നിത്യത കർത്താവിനോട് കൂടെയാണ് നാം മുമ്പിൽ കണ്ടതുകൊണ്ട് അവൻ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചു. ഈ അല്പകാലത്തേക്കുള്ള കഷ്ടത സാരമില്ല ദൈവമക്കളെ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഇല്ലാതായി പോകും. പിന്നെ നാം കാണുന്നത് ക്രിയേഷൻ വെയിറ്റ്സ് ഈഗർലി ലോങ്ങിങ് ടു ബി ഫ്രീ ഫ്രം കറപ്ഷൻ. ഈ ലോകത്തിന്റെ സൃഷ്ടി അതേ ദൈവപുത്രന്മാരുടെ ആ വെളിപ്പാടിന്റെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിനെ ദ്രവത്വത്തിലേക്ക് സബ്ജക്റ്റ് ചെയ്തിരിക്കുക. ആര് ചെയ്തു? ദൈവം ചെയ്തു. മനുഷ്യൻ വീണത് കൊണ്ടാണ് ഈ കഷ്ടത, ഈ ക്രിയേഷൻ വരെ സംഭവിച്ചത്. അതുകൊണ്ട് ദൈവപുത്രന്മാരുടെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുക. കാരണം അവരുടെ വിടുതൽ സംഭവിച്ചാൽ അതിനോടുകൂടെ ശപിക്കപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ആ ജനസിസ് 3:17 മുതൽ 19 വരെ കാണുന്ന ആ ശാപം ലോകത്തിൽ നിന്ന്, ക്രിയേഷന്റെ മേളിൽ നിന്ന് മാറി കിട്ടത്തുള്ളൂ. ആ ഏദൻ തോട്ടത്തിന്റെ പഴയ അനുഭവത്തിലേക്ക് ഏദൻ തോട്ടത്തിന്റെ ഭൂമി കടന്നു വരണമെങ്കിൽ മനുഷ്യപുത്രന്മാരുടെ വിടുതൽ സംഭവിക്കും. അതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അതിനെപ്പറ്റി അവർ പറയുന്ന 8 പോയിന്റ്സ്. ഈ ക്രിയേഷൻ എന്നതിനെ പറ്റി ചിലർ വിചാരിക്കുന്ന അല്ല പഠിപ്പിക്കുന്നത് അത് ചിലപ്പോൾ ഓൾ ഹ്യൂമാനിറ്റി, അൺബിലീവിങ് ഹ്യൂമാനിറ്റി, ബിലീവിങ് ഹ്യൂമാനിറ്റി അലോൺ, ഏഞ്ചൽസ് അലോൺ, നോൺ ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ബോത്ത് ക്രീച്ചർ ആൻഡ് ക്രിയേഷൻ, അല്ലെങ്കിൽ സബ് ഹ്യൂമൻ നേച്ചർ പ്ലസ് ഏഞ്ചൽ. സബ് ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും മനുഷ്യനല്ലാത്തത്. അതുപോലെ തന്നെ ദൈവദൂതന്മാരുമായിരിക്കാൻ ചാൻസ് ഉണ്ട്. അൺബിലീവേഴ്സ് ആൻഡ് നേച്ചർ, ദൈവത്തിൽ വിശ്വസിക്കാത്തവരും ഈ നേച്ചറും, അല്ലെങ്കിൽ സബ് ഹ്യൂമൻ നേച്ചറും ആൻഡ് പാസേജ്, അങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ ലോകം മൊത്തം ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് ക്രിയേഷൻ എന്ന് വിളിച്ചാൽ മനുഷ്യനല്ലാത്ത എല്ലതും ക്രിയേഷനാണ്. ആ ക്രിയേഷനെ ഉദ്ദേശിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നതെന്നാണ് പറയുന്നത്. ഈ ക്രിയേഷനിൽ അതിങ്ങനെ കാത്തിരിക്കുകയാണ്. ഏത് ദിവസം നമ്മുടെ വിടുതലുണ്ടാകും അന്ന് അവർക്കും വിടുതലുണ്ടാകും. ക്രിയേഷന് വിടുതലുണ്ടാകും, ലോകത്തിന് വിടുതലുണ്ടാകും, ഈ ശരീരത്തിന് വിടുതലുണ്ടാകുമ്പോൾ അതിനും, അതെ, മനുഷ്യന്റെ ശരീരത്തിനും മനുഷ്യന്റെ ആത്മാവിനും സഭയ്ക്കും വിടുതലുണ്ടാകുമ്പോൾ ഈ ലോകത്തിന്റെ ക്രിയേഷൻ, അല്ലെങ്കിൽ ദൈവത്തെ സകല ചരാചരങ്ങൾക്കും ഈ ലോകത്തിനും പല ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു. അതിനുവേണ്ടി അത് ഈറ്റുന്നോടുകൂടെ കാത്തിരിക്കുക. ഈറ്റുന്നോ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന. ആ വേദന അവൾ മറക്കുന്ന എപ്പോഴാണെന്നറിയാവോ? ആ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ. അതേ അനുഭവത്തിലാണ് ഈ ലോകം, അല്ലെങ്കിൽ ക്രിയേഷൻ, ഈ മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിന്റെ വിടുതലിന് വേണ്ടി, നമ്മുടെ ഉയർപ്പിന് വേണ്ടി, നമ്മുടെ ഗ്ലോറിഫിക്കേഷന് വേണ്ടി അതും കാത്തിരിക്കുക. അതിനോടുകൂടെ അതിനും ഗ്ലോറിഫിക്കേഷൻ കിട്ടും. ബറൂച്ച് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറയുന്നത്, പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ വരുന്ന സമയത്ത് ഒരു വൈൻ ഷെൽ ഈൽഡ് ഇറ്റ്സ് ഫ്രൂട്ട് 10,000 ഫോൾസ് എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരി വള്ളി 10,000 മടങ്ങ് ഫലം തരും. എന്ന് വെച്ചാൽ ഒരു വൈന് 10,000 ബ്രാഞ്ചസ് ഉണ്ടാകും. 1000 ബ്രാഞ്ചിൽ 1000 ക്ലസ്റ്റേഴ്സ് അല്ലെ കുലകൾ ഉണ്ടാകും. ആ ഓരോ കുലയിലും 1000 ഗ്രേപ്സ് വെച്ചുണ്ടായിരിക്കും. 1000 ഗ്രേപ്സിൽ ഒരു ഗ്രേപ്പ് will give 11 and 1/9 of the bushels എന്ന് വെച്ചാൽ 100 gallons, അല്ലെങ്കിൽ ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ 378 ലിറ്റർ വൈന് ഒരു ഗ്രേപ്പിൽ നിന്ന് കിട്ടും ആ പുതിയ ലോകത്തിൽ എന്നാണ് ബറൂച്ച് പറയുന്നത്. നമുക്കറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു പുതിയ ലോകത്തെ കാത്തിരിക്കുന്ന ഒരു സൃഷ്ടി, അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന, ഗ്ലോറിഫിക്കേഷനുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു സഭ. ഈ സഭയും ഈ ലോകത്തിന്റെ ഈ ശാപത്തിന്റെ അധീനത്തിലാണ്. അതിന് ഒരു വിടുതൽ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥന ഏറ്റെടുക്കുക. അതാണ് ഒരു മൂന്നാമത്തെ പോയിന്റ്. നമ്മളും ആ കറപ്ഷനിൽ നിന്ന് ഫ്രീഡം വരാൻ വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരം പാപത്താൽ നിറഞ്ഞതാണ്. നമ്മൾ പാപത്തിന്റെ ചുറ്റുപാടിൽ നിന്നതാണ്. പാപത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്ത സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ആരാന്നറിയാവോ? ഹീസ് ഗാഡ് എന്ന് വെച്ചാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആൻസർ പെട്ടെന്ന് നടക്കും. പരിശുദ്ധാത്മാവ് എന്താ പ്രാർത്ഥന? നമ്മുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ സ്പിരിറ്റ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ശരീരം വിട്ട് കർത്താവേ, ഒരു ഗ്ലോറിഫിക്കേഷൻ ദിവസം വേണം, നിന്റെ രാജ്യം കടന്നു വരണം.
അതാണ് നമ്മുടെ സ്പിരിറ്റിനെല്ലാം ഗ്രോണിങ്. ആ ഗ്രോണിങ്ങിനെ മനസ്സിലാക്കാൻ പറ്റിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ഉള്ളൂ. ആ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കും. ഏത് വിഷയത്തെ പറ്റി നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒരു വേദനയുണ്ടോ, ആ ആഴത്തിൽ കിടക്കുന്ന വേദന എന്നാണെന്ന് അറിയാവോ? കർത്താവേ, ഈ ഈ ഈ ദ്രവത്വത്തിൽ കിടക്കുന്ന എൻ്റെ ശരീരവും ഈ ലോകവും എൻ്റെ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം ഒരു വിടുതൽ കർത്താവേ, അത് സംഭവിക്കണമെന്ന് നിന്റെ രാജ്യം വരണം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അത് തന്നെയായിരുന്നു കേട്ടോ. കർത്താവെ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിപ്പി: സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈ കിങ്ഡം കം, thine will be done on this earth as it is in heaven. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. ആ പ്രാർത്ഥനയാണ് നമ്മളെല്ലാ ഹൃദയത്തിലും വരുന്ന കർത്താവ് പഠിപ്പിച്ചത്. അല്ലാതെ ലോകത്ത് അന്നത്തെ ആഹാരം മാത്രം തന്നാൽ മതി കർത്താവ്, അതിനപ്പുറത്തൊന്നും വേണ്ടാന്ന കർത്താവ് പഠിപ്പിച്ചത്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന എന്തുവാ? അതൊക്കെ അപ്പുറം പോയി ഈ ജഡത്തിന്റെ ആവശ്യത്തിനുള്ളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥന ആത്മാവിന് വിട്ടു കൊടുത്തു കഴിയുമ്പോൾ ആത്മാവ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനത്തെ വിഷയം എന്താ? ഈ ലോകത്തിന്റെ വിടുതൽ, കർത്താവിന്റെ രാജ്യത്തിന്റെ വരവ്, നമ്മുടെ മുമ്പ് വെച്ചിരുന്ന ഗ്ലോറി, that glorification has to happen. എന്തോ ഒരു അത്ഭുതമായ ഒരു 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 ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തോ ഒരു സത്യമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകം ഒരു ദിവസം ഇല്ലാതായി പോകും. എന്നതിനപ്പുറമായിട്ട് ഒരു വലിയ സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ദ മിസ്റ്ററി ഓഫ് ഗാഡ്. ദ മിസ്റ്ററി ഓഫ് ഗാഡ് ഈസ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് യു ആൻഡ് മീ. അതിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ, അതിലേക്ക് ദൈവം നമ്മളെ നടത്തട്ടെ. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും ഒരിക്കലും കുറഞ്ഞു പോകാതിരിക്കട്ടെ. നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുക. അങ്ങനെ ആകാവുള്ളൂ. കഷ്ടത എനിക്ക് വന്ന എൻ്റെ ദൈവത്തിന്റെ കർത്താവിനോട് ഒരുത്തൻ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവ്, ഇവൻ മുടന്തനായിരിക്കാൻ കാരണം എന്താ? അവന്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപം കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, അവന്റെ പിതാക്കന്മാർ ചെയ്തതുമല്ല, അവൻ ചെയ്തതുമല്ല, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവൻ ഇതിൽ കൂടെ കടന്നുപോയി. ഇന്ന് രാത്രി ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്ന ഇതൊരു വിഷയമാണ്. കർത്താവെ, നമ്മുടെ പ്രാർത്ഥനകൾ, കർത്താവെ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടത, ഇതെല്ലാം നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കട്ടെ. എനിക്കറിയാം ഇതിനൊക്കെ അപ്പുറമായിട്ട് ഈ അല്പകാലത്തെ കഷ്ടങ്ങളെല്ലാം മാറിപ്പോകും. ഒരു നിത്യമായ ഒരു 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 ഗ്ലോറിഫിക്കേഷൻ, അതൊരു മഹത്വീകരണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് രാത്രിക്കാലം അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ ഏറെ അനുഗ്രഹിക്കുമാറാകട്ടെ.